ആലപ്പുഴയിൽ മണ്ണഞ്ചേരിയിലെയും പുന്നപ്രയിലെയും മോഷണങ്ങൾക്ക് പിന്നിൽ കുറുവ സംഘമെന്ന പോലീസ് ഉറപ്പിച്ചതോടെ കേരളം വീണ്ടും ഭീതിയിലായിരിക്കുകയാണ്. മോഷണത്തിന് എത്തിയ പ്രതികളിൽ ഒരാളെക്കുറിച്ച് പോലീസിന് സൂചന ലഭിച്ചു. ഈ ആശങ്കയ്ക്കിടെയാണ് കൊച്ചിയിലും കുറുവ സംഘമുണ്ടെന്ന സംശയം ബലപ്പെട്ടിരിക്കുന്നത്. വടക്കം പറവൂരിൽ ബുധനാഴ്ച പുലർച്ചെ 2 മണിയോടെ ശബ്ദം കേട്ട് വീട്ടുകാർ ഉണർന്നപ്പോഴാണ് സംഘം മോഷ്ടിക്കാനെത്തിയത് അറിയുന്നത്. വീടിന്റെ പിൻവാതിൽ ചവിട്ടിപ്പൊളിച്ച് അകത്തു കയറാനായിരുന്നു മോഷ്ടാക്കൾ ശ്രമിച്ചത്. CCTV പരിശോധിച്ചതിൽ 2-ൽ കൂടുതൽ ആളുകൾ സംഘത്തിൽ ഉണ്ടായിരുന്നുവെന്ന് വ്യക്തമായി. പ്രദേശത്തെ 5ഓളം വീടുകളിൽ മോഷ്ടാക്കൾ കയറാൻ ശ്രമിച്ചെന്നാണ് വിവരം. ജനങ്ങളിൽ ആശങ്ക ഉയരുന്നതിനിടെ വടക്കേക്കര പോലീസ് അന്വേഷണം ആരംഭിച്ചു. CCTVയിൽ കണ്ടത് കുറുവ സംഘം തന്നെയാണോ എന്ന് പോലീസ് സ്ഥിരീകരിച്ചിട്ടില്ല. ഈ ഭീതിക്കിടെയാണ് എറണാകുളത്തും മോഷണ ശ്രമം നടന്നത്. ആയുധധാരികളായ സംഘം എന്നാണ് കുറുവ സംഘം എന്ന വാക്കിന്റെ അർത്ഥം. തമിഴ്നാട് ഇന്റലിജൻസ് ആണ് ഇവർക്ക് ഈ പേര് നൽകിയിരിക്കുന്നത്. തിരുട്ട് ഗ്രാമം എന്നറിയപ്പെടുന്ന തമിഴ്നാട്ടിലെ തിരുച്ചിറപ്പള്ളിക്കടുത്തുള്ള ഒരു ഗ്രാമത്തിലെ ആളുകളെയാണ് കുറുവ സംഘം എന്ന് വിശേഷിപ്പിക്കുന്നത്. നിലവിലെ കുറുവ സംഘത്തിൽ ഉള്ളവരെല്ലാം ഒരേ ഗ്രാമത്തിൽ നിന്നുള്ളവരല്ല. 1-2 മോഷ്ടാക്കളല്ല, മറിച്ച് വലിയൊരു സംഘം മോഷ്ടാക്കളുടെ കൂട്ടമാണിത്. കുറഞ്ഞത് 3 പേരായിരിക്കും ഒരു സ്ഥലത്തേക്ക് മോഷ്ടിക്കാൻ പോകുന്നത്. മോഷണത്തെ തൊഴിലായി കാണുന്ന ജനങ്ങളാണെന്നതിനാൽ യാതൊരു കുറ്റബോധവും ഇവർക്കുണ്ടാകില്ല. പാരമ്പര്യമായി കിട്ടിയ മോഷണ തന്ത്രങ്ങളും സാങ്കേതിക വിദ്യയുടെ ഉപയോഗവുമെല്ലാം കൂടിച്ചേർന്നാണ് ഇവർ ഓരോ പ്രദേശങ്ങളിലേക്കും എത്തുന്നത്. പകൽ സമയങ്ങളിൽ ചെറിയ ചെറിയ ജോലികൾ ചെയ്ത് മോഷ്ടിക്കേണ്ട വീടുകൾ കണ്ടുവയ്ക്കുന്ന സംഘം രാത്രി എത്തുന്നതാണ് രീതി. ആയുധങ്ങളുമായി എത്തുന്ന സംഘം അർത്ഥനഗ്നരാകും. ദേഹമാകെ എണ്ണയും കരിയും ചേക്കും. പിടിക്കപ്പെടുമെന്ന് ഉറപ്പായാൽ ആക്രമണം ആരംഭിക്കുന്ന ഇവർ ഒന്നിനും മടിക്കില്ല. അടുക്കള ഭാഗത്ത് വാതിൽ തകർത്ത് അകത്ത് കയറുന്നതാണ് ഇവരുടെ രീതി. കുട്ടികൾ കരയുന്നത് പോലെ ശബ്ദമുണ്ടാക്കിയും ടാപ്പ് തുറന്നു വിട്ടും വീട്ടുകാരെ പുറത്തേക്ക് ഇറക്കുകയും അവരെ ആക്രമിച്ച് വീടിനകത്തേക്ക് കയറി മോഷണം നടത്തുകയും ചെയ്യുന്നത് ഇവരുടെ രീതിയാണ്. കഴിഞ്ഞ ദിവസം പുന്നപ്രയിൽ ഉറങ്ങിക്കിടന്ന അമ്മയുടെയും കുഞ്ഞിന്റെയും മാല മോഷണം പോയിരുന്നു. മുഖം മറച്ച ആളെ കണ്ടുവെന്ന് യുവതി പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. മണ്ണഞ്ചേരി, ചേർത്തല, കരിയിലക്കുളങ്ങര ഭാഗങ്ങളിൽ സംഘം ചേർന്ന മോഷ്ടാക്കൾ എത്തിയതിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്.